Mean deviation. Mean deviation is defined as the arithmetic mean of deviation of all the values in a series from their average, counting all such deviations as positive. Mean deviation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ സീരീസ് വന്നിട്ട് കുറച്ച് വാല്യൂസ് വന്നിട്ട് അത് മീൻ ഡീവിയേഷൻ കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ തന്നിട്ടുള്ള സീരീസിൻ്റെ ആവറേജ് എടുക്കുന്നു. എന്നിട്ട് ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസും ആ സീരീസിലുള്ള ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസും ഈ സീരീസിൻ്റെ ആവറേജിൽ നിന്നുമുള്ള ഡീവിയേഷൻ എടുക്കുന്നു. എന്നിട്ട് ആ ഡീവിയേഷൻ്റെ അരിത്തമെറ്റിക് മീൻ കാണുന്നു. ഇതാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ വിത്തൗട്ട് സൈനാണ് എടുക്കുക. അതായത് ഡിഫറൻസ് നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുക. ദാറ്റ് ഈസ് മീൻ ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ മോഡ് ഡി ബൈ എൻ, വേർ മോഡ് ഡി റെപ്രസെൻറ്റ്സ് ഡീവിയേഷൻ ഫ്രം ആൻ ആവറേജ് വിത്തൗട്ട് സൈൻ, എൻ ബീയിങ് നമ്പർ ഓഫ് ഐറ്റംസ്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. മോഡുലസ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഡീവിയേഷനാണ് വിത്തൗട്ട് സൈൻ. ഓക്കെ. മീൻ ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. Find mean deviation from mean and its coefficient for the following values. മീൻ ഡീവിയേഷൻ കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് വാല്യൂസ് വന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കാണുക എന്നുള്ളത് നോക്കാം. സോ നമുക്ക് കാണാനുള്ളത് മീൻ ഡീവിയേഷൻ ഫ്രം മീനാണ്. സോ തന്നിട്ടുള്ള വാല്യൂസിൻ്റെ മീനാണ് ആദ്യമായിട്ട് നമ്മൾ കാണേണ്ടത്. മീൻ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം ഇവിടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ടോ അത്. എത്ര വാല്യൂസ് വന്നിട്ടുണ്ട്? 10 ആണ്. സം 553 ആണത്. സോറി 533 ആണ്. സോ നമുക്ക് മീൻ കിട്ടുക 53.3 ആണ്. ഇനി മോഡുലസ് ഡി, അതായത് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്, അതുപോലെ ഈ തന്നിട്ടുള്ള ഓരോ വാല്യൂസും മീനിൽ നിന്നുള്ള ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല, പോസിറ്റീവ് വാല്യൂസ് മാത്രം എടുത്താൽ മതി. അതാണ് മോഡുലസ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഡി എന്ന് പറഞ്ഞിട്ടുള്ള ആ ആൽഫബറ്റ് രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിലാണ് തന്നിട്ടുള്ളത്. സോ ആ പാരലൽ ലൈൻസിനെ നമ്മൾ മോഡുലസ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ നമ്മൾ പോസിറ്റീവ് വാല്യൂസ് മാത്രം എടുത്താൽ മതി ഡിഫറൻസ്. സോ ഓരോന്നിൻ്റെയും ഡിഫറൻസ് കാണുക. 25 മൈനസ് 53.3, അപ്പം മൈനസ് 28.3 ആണ്. അത് നമ്മൾ നോക്കേണ്ടതില്ല, 28.3 എഴുതിയാൽ മതി. അതുപോലെ 63 മൈനസ് 53.3 9.7, then 85 minus 53.3 31.7, 75 minus 31.7 53.3 31.7 കിട്ടും. സോ അങ്ങനെ ഓരോന്നിൻ്റെയും ഡിഫറൻസ് എടുക്കാം. ഓക്കെ. ഇനി മീൻ ഡീവിയേഷൻ ഫ്രം മീൻ എങ്ങനെയാണ് കാണുക? ആ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഡിഫറൻസസിൻ്റെയും സം എടുക്കുക, ഡിവൈഡഡ് ബൈ എത്ര വാല്യൂസ് ഉണ്ടോ അത്. ഓക്കെ. സോ മോഡുലസ് ഡി സം നമുക്ക് കിട്ടുന്നത് 236.4 ആണ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ് 10 ആണ്. റൈറ്റ്. അപ്പം നമുക്ക് 23.64 ആണ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കിട്ടുന്നത്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. ഓക്കെ. കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്
മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീനാണ്. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് 23.64 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ മീൻ നമുക്കറിയാം 53.3 ആണ്, അതും നമുക്ക് കിട്ടിയതാണ്. സോ അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ 0.44 ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻ്റ് ഫോർ ദി ഫോളോയിങ് വാല്യൂസ്. മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം നമ്മൾ കാണേണ്ടത് തന്നിട്ടുള്ള വാല്യൂസിൻ്റെ മീഡിയൻ ആണ്. ഓക്കെ, സോ മീഡിയൻ കാണുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത് തന്നിട്ടുള്ള വാല്യൂസിനെ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. എന്നതിന് ശേഷമാണ് മീഡിയൻ കാണേണ്ടത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ തന്നിട്ടുള്ള വാല്യൂസ് അസെൻഡിങ് ഓർഡറിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മീഡിയൻ എന്ന് പറയുന്നത് സൈസ് ഓഫ്, നമുക്കറിയാം സൈസ് ഓഫ് n+1/2th ഐറ്റമാണ്. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 10 and 11 റൈറ്റ്. അപ്പം എന്നിൻ്റെ വാല്യൂ 11 ആണ്. സോ നമുക്ക് സൈസ് ഓഫ് 11+1/2th ഐറ്റം ആണെന്ന് പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് പ്രോബ്ലം തന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സൈസ് ഓഫ് 11+1/2th ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പം 11+1/2 എന്ന് പറയുമ്പോൾ സൈസ് ഓഫ് 6th ഐറ്റം. 6th ഐറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം 44 ആണ്. റൈറ്റ്, 1 2 3 4 5 6 44th ഐറ്റമാണ്. സോറി, 6th ഐറ്റമാണ് 44. സോ മീഡിയൻ എന്ന് പറയുന്നത് 44 ആണ്. ഇനി നമുക്ക് മോഡ് ഡിയുടെ വാല്യൂ, അതായത് തന്നിട്ടുള്ള ഓരോ വാല്യൂസും ആ സീരീസിൻ്റെ മീഡിയനിൽ നിന്നുള്ള ഡിഫറൻസ് എടുക്കുക. അതാണ് മോഡുലസ് ഡി എന്ന് പറയുന്നത്. സോ 5 - 44 -39 ആണ്. സോ 39 എഴുതിയാൽ മതി. 25 - 44 -19 ആണ്, 19 എഴുതാം. ദെൻ 85 - 44 16, ദെൻ 11 9, 44 - 44 0, ദെൻ 38 39 43 52 55. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ വാല്യൂസിൻ്റെയും ഡിഫറൻസസ് ഇപ്പോൾ കണ്ടിട്ടുണ്ട്, അതായത് മോഡുലസ് ഡി. ഓക്കെ, ഇനി നമുക്ക് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ആണ് കാണേണ്ടത്. ഓക്കെ, ഇത് കാണാൻ നമുക്കറിയാം തന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള മോഡുലസ് ഡിയുടെ എല്ലാ വാല്യൂസിൻ്റെയും സം എടുക്കുക ഡിവൈഡഡ് ബൈ എത്ര വാല്യൂസ് ഉണ്ടോ അത്. സോ സം മോഡുലസ് ഡിയുടെ സം എന്ന് പറയുന്നത് 331 ആണ്. ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ടോ നമുക്കറിയാം 11 ആണ്. സോ 331/11 എന്ന് പറയുന്നത് 29.18 ആണ്. ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ആണ്. ഓക്കെ, അതുകൊണ്ട്
mean deviation divided by median. So mean deviation നമുക്ക് കിട്ടിയത് 29.18 ആണ്. Then median 44. So value 0.6, coefficient of mean deviation 0.66. Okay. Mean deviation in discrete frequency distribution. Equation sigma f into modulus d divided by capital N. ഓക്കെ, ഇവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, നമ്പർ ഓഫ് ചിൽഡ്രൻ അതുപോലെ നമ്പർ ഓഫ് ഫാമിലീസ്, ഈ രണ്ട് ഡാറ്റാസാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതായത് ഡാറ്റാസ് ഇങ്ങനെയാണ്. കുട്ടികളില്ലാത്ത 171 ഫാമിലീസ് ഉണ്ട്, ഒരു കുട്ടിയുള്ള 82 ഫാമിലീസ് ഉണ്ട്, 2 കുട്ടികളുള്ള 50 ഫാമിലീസ് ഉണ്ട്. അങ്ങനെയാണ് ഡാറ്റാസ് തന്നിരിക്കുന്നത്. സോ നമ്പർ ഓഫ് ചിൽഡ്രനെ നമുക്ക് എക്സ് ആക്കി എടുക്കാം, നമ്പർ ഓഫ് ഫാമിലീസ് നമ്മൾ ഫ്രീക്വൻസി ആക്കി എടുക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് എഫും അതായത് ഫ്രീക്വൻസിയും ഉണ്ട്, പിന്നെ എക്സ് വാല്യൂസും ഉണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കോളം എഫ് ഇൻറ്റു എക്സ് ആണ്. ദെൻ മോഡുലസ് ഡി, ദെൻ എഫ് ഇൻറ്റു മോഡുലസ് ടി. അപ്പോൾ ഇത്രയും കോളംസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കമ്പ്യൂട്ട് മീൻ ഡീവിയേഷൻ നേരത്തെ നമ്മൾ മീൻ ഡീവിയേഷൻ ഫ്രം മീനും അതുപോലെ മീഡിയനും ചെയ്തിരുന്നു, റൈറ്റ്? സോ കമ്പ്യൂട്ട് മീൻ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, അപ്പം മീൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, സിഗ്മ എഫ് ഇൻറ്റു ഡി ബൈ എഫ് ഇൻറ്റു എക്സ് ബൈ ക്യാപിറ്റൽ എൻ. ഓക്കെ, ഇവിടെ മീൻ ഡീവിയേഷൻ ഫ്രം മീനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം മീൻ കാണണം, എന്നിട്ട് ആ മീനും നമുക്ക് തന്നിട്ടുള്ള വാല്യൂസും തമ്മിലുള്ള മോഡുലസ് ഡിഫറൻസ് കാണാം, എന്നിട്ട് അത് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. സോ നമുക്ക് മീൻ കാണാനായിട്ട് ഇവിടെ എഫ് ഇൻറ്റു എക്സ് മൾട്ടിപ്ലൈ ചെയ്തുള്ള വാല്യൂസ് ഉണ്ട്, എന്നിട്ട് അതിൻ്റെ സം എടുക്കുന്നു ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. അതായത് നമുക്കറിയാം ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസിയാണ്. ഓക്കെ, സോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓൾറെഡി മീൻ കണ്ടു കഴിഞ്ഞു, സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. ഓക്കെ, ആ നമുക്ക് കിട്ടിയ മീനിൻ്റെ വാല്യൂ അതായത് 1.02 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ആ 1.02ഉം നമ്മുടെ എക്സ് വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ഇവിടെ മോഡുലസ് ഡി എന്ന് പറയുന്നത്. സോ 1.0 മൈനസ് 1.02 1.02 തന്നെയാണ്. ദെൻ 1 മൈനസ് 1.02 0.02. ദെൻ അങ്ങനെയാണ് നമ്മൾ മോഡുലസ് ഡി കാണുന്നത്, റൈറ്റ്? ദെൻ 2 മൈനസ് 1.02 0.98, റൈറ്റ്? സോ അങ്ങനെ പോകും. 3 മൈനസ് 1.02 1.98. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസിൻ്റെയും
മോഡുലസ് ഡി കാണുക. ഇനി ആ മോഡുലസ് ഡിനെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നെക്സ്റ്റ് കോളം. റൈറ്റ്. അപ്പം ആദ്യത്തെ വാല്യൂ 1.02 ആണ് നമുക്ക് മോഡുലസ് ഡി ഉള്ളത്. അതിനെ 171 അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വാല്യൂ കിട്ടി 174.42. അതുപോലെ 0.02 ഇൻറ്റു 82 1.64. റൈറ്റ്. അങ്ങനെ ഓരോ വാല്യൂസും നമ്മൾ കാണുന്നു. അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണാനായിട്ട് പറ്റും. നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഡി ബൈ എൻ ആണ്. റൈറ്റ്. അപ്പം എഫ് ഇൻറ്റു മോഡുലസ് ഡി ഓരോ വാല്യൂസിൻ്റെയും എഫ് ഇൻറ്റു മോഡുലസ് ഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സം എന്ന് പറയുന്നത് 351.12 ആണ്. ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാം 350 ആണ്, നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. സോ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്ന് പറയുന്നത് 351.12 ഡിവൈഡഡ് ബൈ 351 ആണ്. ഓക്കെ. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ആണ്. സോ മീൻ ഡീവിയേഷൻ ബൈ മീൻ. സോ 1/1.02 നമുക്ക് കിട്ടുന്നത് 0.98. ഓക്കെ. മീൻ ഡീവിയേഷൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മീൻ ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് അരിത്തമെറ്റിക് മീൻ ഫോർ ഫോളോയിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് ഓഫ് 60 കോളേജ് സ്റ്റുഡൻസ്. നമുക്കൊരു പ്രോബ്ലം തന്നിരിക്കുകയാണ്. 60 കോളേജ് സ്റ്റുഡൻസിൻ്റെ മാർക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് കോളം മാർക്സ്, രണ്ടാമത്തെ ഫ്രീക്വൻസി, ദെൻ മാർക്സ് 0 to 10, 10 to 20, 20 to 30 അപ് ടു 60 to 70 വരെ. അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. 0 to 10 മാർക്സ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ എണ്ണം 4 ആണ്. 10 to 20 6 ആണ്. 20 to 30 10 ആണ്. 30 to 40 20 ആണ്. 40 to 50 10 ആണ്. 50 to 60 6 ആണ്. 60 to 70 4 ആണ്. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ദെൻ മാർക്സ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. ഓക്കെ. അപ്പം ഇത് ക്ലാസ് ഇൻ്റർവെൽസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലാസ് ഇൻ്റർവെൽ ആകുമ്പം എക്സ് വാല്യൂസ് എടുക്കാനായിട്ട് നമ്മൾ മിഡ് വാല്യൂസ് ആണ് കാണേണ്ടത്. അതായത് ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ മിഡ് വാല്യൂസ്. അപ്പം 0 to 10 ആണെങ്കിൽ അതിൻ്റെ മിഡ് വാല്യൂ എന്ന് പറയുന്നത് 0 plus 10/2. So 5. Then 10 plus 20/2. 30/2 15. അങ്ങനെ ആയിരിക്കും പോവാം. റൈറ്റ്. അപ്പം നമ്മൾ മിഡ് വാല്യൂ, ക്ലാസ് ഇൻ്റർവെലിൻ്റെ മിഡ് വാല്യൂ നെക്സ്റ്റ് കോളം, ദെൻ ആ വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ ഫ്രീക്വൻസി നെക്സ്റ്റ് കോളം. ഓക്കെ. നമ്മൾ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും മിഡ് വാല്യൂസ് 5 15 25 35 45 55 65. റൈറ്റ്. സമയത്ത് നമ്മൾ എക്സ് വാല്യൂ ഒക്കെ എടുക്കുന്നു. ഇനി എക്സ് ഇൻറ്റു എഫ് ഫ്രീക്വൻസി 4 into 5 20, 6 into 15 90, 10 into 25 250, 20 into 35 700, then 10 into 45 450, 6 into 55 330, 4 into 65 260. റൈറ്റ്. സോ നമ്മൾ എഫ് എക്സ് കിട്ടി. ഇനി മീൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ സമ്മാണ്. സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്ന കോളത്തിൻ്റെ
ടോട്ടൽ 2100 നമുക്ക് കിട്ടി. ദെൻ ഫ്രീക്വൻസിയുടെ സമ്മ് 60 ആണ്. സോ 2100 ഡിവൈഡഡ് ബൈ 60 മീൻ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് മോഡുലസ് ഡി ആണ് കാണേണ്ടത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീനിൽ നിന്നും ഓരോ വാല്യൂസിനുള്ള ഡിഫറൻസ് വിത്തൗട്ട് സൈൻ, റൈറ്റ്. അപ്പം അതിന് നമ്മൾ എക്സ് മൈനസ് 35, എക്സ് വാല്യൂ ആദ്യത്തത് 5 ആണ്, റൈറ്റ്. 5 മൈനസ് നമുക്ക് കിട്ടിയിട്ടുള്ള മീൻ, റൈറ്റ്. അപ്പം 30, 20, 10, 0, 10, 20, 30, റൈറ്റ്. മീൻ നമുക്ക് 35 ആണ് കിട്ടിയിട്ടുള്ളത്. സോ മോഡുലസ് ഡി കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് മോഡ് ഡി ഇൻറ്റു ഫ്രീക്വൻസി, റൈറ്റ്. അപ്പം 30 ഇൻറ്റു 4 120, 20 ഇൻറ്റു 6 120, 10 ഇൻറ്റു 10 100, 0 ഇൻറ്റു 20 0, 10 ഇൻറ്റു 10 100. സോ അങ്ങനെ പോകുന്നു. ഇനി നമുക്ക് കാണാനുള്ളത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണ്. ഇക്വേഷൻ നമുക്കറിയാം, സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഡി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എൻ നമുക്കറിയാം 60 ആണ്. ഇനി എഫ് ഇൻറ്റു മോഡുലസ് ഡി, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 680 ആണ്, ഡിവൈഡ് ബൈ 60, 11.33, റൈറ്റ്. Calculate mean deviation about mean for the following data. Also find coefficient of mean deviation. ഇവിടെ നമുക്ക് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അഗൈൻ ക്ലാസ് ഇൻ്റർവെൽസ് തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. ഓക്കെ, നേരത്തെ സെയിം സിറ്റുവേഷനിൽ എങ്ങനെയാണ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണാമെന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ എങ്ങനെ കാണും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എക്സ് തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. സോ നമുക്ക് എക്സ് വാല്യൂസും ഉണ്ട്, ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും ഉണ്ട്. ക്ലാസ് ഇൻ്റർവെൽസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, ആൻഡ് 70 to 80. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാനുള്ളത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണ്. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ രണ്ടും കാണണം. അപ്പോൾ ആദ്യം നമുക്ക് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. സോ നമുക്ക് ആദ്യം മീഡിയൻ കാണണം. മീഡിയൻ എന്ന് പറയുന്നത് നമുക്കറിയാം സൈസ് ഓഫ് n/2 ആയിട്ടാണ്. സോ n എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ സമ്മാണ്. ഇവിടെ ടോട്ടൽ ഫ്രീക്വൻസി 80 ആണ്, റൈറ്റ്. സോ നമുക്ക് സൈസ് ഓഫ് 80/2 ഐറ്റം എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പം സൈസ് ഓഫ് 40th ഐറ്റം അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. എന്നാൽ മാത്രമേ നമുക്ക് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ, ക്ലാസ് ഇൻ്റർവെൽ തന്നതായതുകൊണ്ട്. സോ ഫസ്റ്റ് ഫ്രീക്വൻസി അതുപോലെ തന്നെ എഴുതുന്നു 18, ദെൻ 18 + 16 34, 34 + 15 49, 49 + 12 61, ദെൻ 61 + 10 71, 71 + 5 76, 76 + 2 78, ദെൻ അഗൈൻ +2 80. അപ്പോൾ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കിട്ടിയെന്നുള്ളതാണ്. ഇനി നമുക്ക് മീഡിയൻ ക്ലാസ് കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്ക് നോക്കാം.
40 is included in the cumulative frequency 49, right? Okay, എല്ലാം അറിയാം. 34ൻ്റെയും 49ൻ്റെയും ഇടയിലാണ് 40. സോ നമ്മൾ 40ക്ക് ശേഷമുള്ള നെക്സ്റ്റ് വാല്യൂ തൊട്ടടുത്ത് കിടക്കുന്ന വാല്യൂ ആണ് എടുക്കുക. സോ അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 49 ആണ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ക്ലാസ് ആയിരിക്കും മീഡിയൻ ക്ലാസ്. അപ്പം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 49, അതിൻ്റെ കറസ്പോണ്ടിങ് ക്ലാസ് എന്ന് പറയുന്നത് 20 to 30 ആണ്. സോ മീഡിയൻ ക്ലാസ് 20 to 30. ഓക്കെ, ഇനി നമുക്ക് എക്സ് വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിൻ്റ് കാണും. സോ 0 to 10 ആണ് ആദ്യത്തെ. 0 + 10/2 5, then 15, then 25, 35, 45, 55, 65, 75. അപ്പോൾ ഇത്രയാണ് നമുക്ക് മിഡ് വാല്യൂസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് മോഡുലസ് ഡി ആണ്. റൈറ്റ്, നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് മോഡുലസ് ഡി ആണ്. അപ്പോൾ നമുക്ക് മോഡുലസ് ഡി എന്ന് പറയുന്നത് ഈ ഓരോ എക്സിൽ നിന്നും മീഡിയൻ കുറച്ച് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മീഡിയൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് മീഡിയൻ ക്ലാസ് ആണ്. അപ്പം മീഡിയൻ എങ്ങനെ കാണും? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് L1 + n/2 - CF/F × C ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ ഓരോ കറസ്പോണ്ടിങ് വാല്യൂസും കിട്ടണം എന്നുള്ളതാണ്. സോ L1 എന്ന് പറയുന്നത് നമ്മുടെ മീഡിയൻ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 20 to 30 ആണ്. സോ L1 20. ഇനി n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 40th ഐറ്റമാണ്. സോ n/2 നമുക്ക് കിട്ടിയതാണ് 80/2 40. 40 മൈനസ്, ഇനി ഫോർമുലയിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ മീഡിയൻ ക്ലാസ്സിൻ്റെ കറസ്പോണ്ടിങ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 49 ആണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ ഫോർമുലയിൽ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. സോ 49 ആണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അതിൻ്റെ പ്രൊസീഡിങ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 34 ആണ്. സോ 20 + 40 - 34/15 ഇൻറ്റു ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ വിഡ്ത്താണ് C. സോ നമുക്കറിയാം 0 to 10, 10 to 20, 20 to 30. ഇതൊക്കെ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 10 ആണ്. റൈറ്റ്, ഇവ തമ്മിലുള്ള ഡിഫറൻസ്. സോ 20 + 60/15, 20 + 4 നമ്മൾ 24 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് മീഡിയൻ കിട്ടി 24 ആണ്. ഇനി മോഡുലസ് ഡി കാണാം. അതായത് x - 24 എന്ന് എഴുതാം നമുക്ക്. അതായത് ഓരോ എക്സ് വാല്യൂസിൽ നിന്നും നമ്മൾ മീഡിയൻ വാല്യൂ മൈനസ് ചെയ്തതിന് ശേഷം ആ റിസൾട്ടാണ് ഈ കോളത്തിൽ എഴുതേണ്ടത്. വിത്തൗട്ട് സൈൻ ആണ്. അതാണ് മോഡുലസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 - 24 19, then 15 - 24 9, then 1 11, 21 31 41 and 51. അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി F × മോഡുലസ് ഡി ആണ്. ഓക്കെ, അപ്പം എഫ് കിട്ടിയിട്ടുണ്ട്. എഫ് നമുക്കറിയാം 18 ആണ് ആദ്യത്തത്. 18 × 19 342, then 16 × 9 144, then 15 × 1 15, 12 × 11 132, 10 × 21 210. സോ അങ്ങനെ എല്ലാത്തിൻ്റെയും എഫ് × മോഡുലസ് ഡി ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സം കൂടി ഒന്ന് കണ്ടു വയ്ക്കുക.
സം എന്ന് പറയുന്നത് 1182 ആണ്. ഇനി നമുക്ക് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് അറിയാം. സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ടി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. ഓക്കെ, അപ്പം സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ടി, ആ കോളത്തിൻ്റെ സം എന്ന് പറയുന്നത് 1182 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി 80 ആണ്. സോ നമുക്ക് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കിട്ടി 14.775 ആണ്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ നമുക്കറിയാം, മീൻ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീഡിയൻ ആണ്. സോ മീൻ ഡീവിയേഷൻ നമുക്കറിയാം 14.775 ആണ്. റൈറ്റ്, ഡിവൈഡഡ് ബൈ മീഡിയൻ 14.775 ആണ്, ഡിവൈഡഡ് ബൈ 24. സോ നമുക്ക് കിട്ടുന്നത് 0.616. റൈറ്റ്.